Hi students, ഇന്ന് നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ BComന്റെ ആറാമത്തെ ക്ലാസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ന്യൂമറിക്കൽ സ്കിൽ എന്ന് പറയുന്നതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത തിയറി ഭാഗങ്ങളും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഡിറ്റർമിനൻസിലെ 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. 2021 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 2020 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രത്യേകത എന്നാൽ മെട്രിക്സ് തിയറിന്ന് ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. പക്ഷെ 2021 മെട്രിക്സ് തിയറിയിൽ നന്നായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ 2021 ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു സയൻസ് ടൈപ്പ് നമ്മൾ 10th പഠിച്ച തീറ്റയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സൈൻ തീറ്റയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കിന് വന്നിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനും പിന്നെ 2020 ഒരു ഡിറ്റർമിനന്റ് യൂസേജ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദ മെട്രിക്സ് എന്നിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒരാൾ ഇത് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. കാരണം BComന്റെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സാധാരണ മെയിൻ മാത്സുകാരും കോംപ്ലിമെന്ററി മാത്സ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് കൂടുതൽ ഇത് കാണാം. +2 നമ്മളിത് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഡിറ്റർമിനന്റ് ആണ് കാണുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഡിറ്റർമിനന്റ് ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ നമ്മൾ പറയുമ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഇവിടെ ഡിറ്റർമിനന്റ് സിമ്പിൾ എഴുതുക, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, അതുപോലെ എന്താണ് സൈൻ തീറ്റ, പിന്നെ എന്താണ് കോസ് തീറ്റ. അപ്പോൾ കോമേഴ്സ് ഒക്കെ പഠിച്ച ആൾക്കാർ, സയൻസ് പഠിച്ചവർ ഇത് പിന്നെ ഫെമിലിയർ ആയിരിക്കും. കോമേഴ്സ് ഒക്കെ പഠിച്ചവർ 10th എന്തെയിട്ടുണ്ടാവും, ഇതൊക്കെ ഒഴിവാക്കിയതായിരിക്കും. ഈ സാധനത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഒന്ന് നോക്കുക. ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ സാധാരണ ഡിറ്റർമിനന്റ് എങ്ങനെയാണ്, ഇത് രണ്ടും മൾട്ടിപ്ലൈ, അതുപോലെ എന്ത് ചെയ്യുക മൈനസ് ഇത് രണ്ടുമാണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, കോസ് ഇൻറ്റു കോസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയും. എന്ത് സാധനവും ഒരുപോലെ രണ്ട് തവണ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പവർ ആവില്ല, സ്ക്വയർ ആവും. ഇപ്പോൾ എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ, അതുപോലെ 1 × 1 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ, 2 × 2 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ, അതുപോലെ കോസ് ഇൻറ്റു കോസ് എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ എന്ന് വരും. അതുപോലെ എന്താ ഇവിടെ ഓൾറെഡി മൈനസ്, പിന്നെ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, സൈൻ ഇൻറ്റു സൈൻ സൈൻ സ്ക്വയർ വരും. പിന്നെ ഒരു മൈനസ് ഉള്ളത് ആ മൈനസ് കൂടി ചേർന്നിട്ട് എന്ത് വരും, സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. ഇതിന്റെ ആൻസർ 1 ആണ്. ഇതൊരു ട്രിഗ്നോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. +1 സയൻസിൽ പഠിക്കുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന സമയത്ത് മാത്സിലുള്ള ടീച്ചേഴ്സ് ആരോ ക്വസ്റ്റ്യൻ ഇട്ടപ്പോൾ അങ്ങനെ വന്നതാണെന്ന് തോന്നുന്നു. കൂടി എന്ത് ചെയ്യാണ്, ഇതാണ് ഇതിന്റെ ആൻസർ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾവ് ദ ഇക്വേഷൻസ് യൂസിങ് ഡിറ്റർമിനൻസ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 2020 ചോദിച്ചതാണ്. അതിൽ ആ ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെട്രിക്സ് തിയറിലെ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. 2020 21 ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യാണ്, 20 കുറവാണ്. അപ്പോൾ 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഡിറ്റർമിനന്റ് യൂസേജ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ക്രാമേഴ്സ് റൂൾ ആണ്. അപ്പൊ ക്രാമേഴ്സ് റൂളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ഇതിന്റെ മെട്രിക്സ് ഇക്വേഷൻ എഴുതാം. മെട്രിക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇത് വീണ്ടും റീറൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ മെട്രിക്സ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമ്മൾ എങ്ങനെ എഴുതുക, AX = B എന്നാണ് മെട്രിക്സ് ഇക്വേഷൻ വരിക. അപ്പൊ AX = B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, കോഎഫിഷ്യന്റ് മെട്രിക്സ് എന്താണ്, 5 -7, അതുപോലെ എന്താണ് 3 -4, അതുപോലെ എന്ത് വരും ഇവിടെ എക്സ് വൈ, പിന്നെ എന്ത് വരും B എന്ന് പറഞ്ഞിട്ടാണ് വരിക. B എന്ന് പറഞ്ഞാൽ എന്താ 46, 3 ആണ് വരിക. ഇങ്ങനെയാണ് വരിക. ഇത് നമ്മൾ ഇൻവേഴ്സ് മെട്രിക്സ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിസ്റ്റം എന്ത് ചെയ്യാണ്, മെട്രിക്സ് ഇക്വേഷൻ എഴുതും, അതിന് ശേഷം ചെയ്യാം. ഇനി ഇവിടെ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ, ഡിറ്റർമിനന്റ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ബൈ ഡെഫിനേഷൻ എന്ത് ചെയ്യുക, ബൈ ക്രാമേഴ്സ് റൂൾ പ്രകാരം x എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൊല്യൂഷൻ x എന്ന് പറയുന്നത് എന്താണ്, d1/d എന്നും, അതുപോലെ എന്താ y എന്ന് പറയുന്നത് d2/d ആണ് y എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. അപ്പൊ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചെയ്യാം. d എന്ന് പറയുന്നത് എന്ത് വരും, d എന്ന് പറഞ്ഞാല് കോഎഫിഷ്യന്റ് മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്, ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ എന്ത് വരും ഇവിടെ 5 -7, അതുപോലെ 3 -4 എന്നാണ് വരിക. അപ്പോൾ ഇവിടെ എന്താ ഡിറ്റർമിനന്റ് കാണുന്ന സമയത്ത് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, 5 × -4 -20 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, പ്ലസ് ആവും. 3 × -7 എന്ന് പറഞ്ഞാൽ -21 ആണ്. ഇവിടെ എന്ത് ചെയ്യും, പ്ലസ് ആവും, +21. അപ്പൊ ആൻസർ എത്രയാ, 1 ആണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി d1 എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റും. d1 ആരെ കാണാൻ യൂസ് ചെയ്തതാണ്, x കാണാൻ വേണ്ടിയിട്ടാണ് ആരെ നമ്മൾ യൂസ് ചെയ്യുന്നത്, d1 യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യാ, എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ആളാരാ, 5 ഉം 3 ആണ്. അത് ഒഴിവാക്കിയിട്ട് അതിന് പകരം വാല്യൂസ് ചേർക്കാം, 46, 3.
വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് നമ്മൾ പ്രീവിയസ് വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആവർത്തിച്ച് ചെയ്യുന്നതാണ്. ഇവിടെ എന്ത് വരും? -7 അതുപോലെ എന്താണ് -4. ഓക്കെ, ഇവിടെ എന്താ വരിക? ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? ഇത് വലിയ നമ്പറാണ്, മൾട്ടിപ്ലൈ ചെയ്യാം. എന്താണ് 46 × 4 വരും. 46 × 4 6 × 4 24 2 184 എന്ന് വരും. 16 2. അപ്പോൾ എന്ത് ചെയ്യാണ്? -144 മൈനസ് എന്താ പറയുക? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ വീണ്ടും എന്ത് വരും? -21 അത് വരും +21. രണ്ടും ഡിഫറെന്റ് സൈൻ ആയതുകൊണ്ട് വലിയ നമ്പറിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തിട്ട് വലിയ നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പോൾ എത്ര വരും? 184 21 മൈനസ് ചെയ്യുക. കൂടെ എത്ര വരും? 3 വരും. ഒന്ന് മൈനസ് ചെയ്താൽ 6 1. അപ്പോൾ ഇതിന്റെ ആൻസർ 163 ആണ് വരിക. അത് വരും മൈനസ് ആണ് കൊടുക്കുക. ഓക്കെ, അതായി. ഇനി എന്ത് ചെയ്യുന്നു നമ്മൾ? ഇനി D2 കാണുന്നു. D2 കണ്ടാൽ എന്ത് വരും? D2 = ഡിറ്റർമിനന്റ് ഓഫ് ആരെ ഒഴിവാക്കേണ്ടത്? വൈയുടെ കോഎഫിഷ്യന്റ്. കാരണം D2 കാണാൻ വേണ്ടി നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്? വൈകളെയാണ്. വൈ കാണാനാണ് ആരെ യൂസ് ചെയ്യുന്നത്? D2 യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? ആ കോളം നമ്മൾ ഒഴിവാക്കുക. ഇതിൻ്റെ അകത്ത് അതുപോലെ തന്നെ ഉണ്ടാവും. 5 3 അതുപോലെ തന്നെ ഉണ്ടാവും. ഇതിന് പകരം ആരെ യൂസ് ചെയ്യുക? ഈ കോളം യൂസ് ചെയ്യും. എന്താണ്? 46 ഇത് വരും 3. ഓക്കെ, ഇതിന്റെ ആൻസർ എന്ത് വരും? ഇത് ഇതേപോലെ തന്നെ 15 മൈനസ് 46 × 3. 46 × 3 ആണ്. അപ്പോൾ എത്ര വരും? 18 1 13 138. ഇനി രണ്ടും ഡിഫറെന്റ് സൈൻ ആണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ്. അപ്പോൾ 138 ആരെ മൈനസ് ചെയ്യുക? 15 മൈനസ് ചെയ്യുക. ഇവിടെ 3 വരും. ഇവിടെ എന്ത് ചെയ്യാണ്? 2 123 വരും. 123 138 എത്ര വരും? -123. ഇതാണ് എന്ത് വരിക? നമ്മളുടെ D1 D2 DU. അപ്പോൾ എന്ത് ചെയ്യാണ്? x = എന്ത് കിട്ടും? D1/D ആണ്. x = D1/D = എന്താണ്? D1 D1/D എന്ന് പറഞ്ഞാൽ -163/1 എന്ന് പറഞ്ഞാൽ 160 -163. അതേപോലെ y എന്ന് പറഞ്ഞാൽ ആരാ? D2/D ആണ്. y എന്ന് പറഞ്ഞാൽ D2/D. D2 എന്ന് പറഞ്ഞാൽ എത്രയാ? -123/1. അത് വരും y = -120. 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ എന്താണ്? 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുപോലെ ഇത് എന്താണ്? 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തിയറി പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നത്.